ശ്രീകൃഷ്ണ ജ്യോതിശാലയത്തേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ജ്യോത്സ്യൻ വിജയൻകുട്ടു. ശനിഗ്രഹ മാറ്റത്തെ പറ്റിയാണ് ഇവിടെ പറയാൻ പോകുന്നത്. ശനിഗ്രഹ മാറ്റത്തിൽ കന്നി കൂറുകാർക്കുള്ള ഫലമാണ് പറയുന്നത്. ഉത്തരത്തിൻ്റെ അവസാനത്തെ കാൽഭാഗവും അത്തവും ചിത്രയുടെ പകുതി ഭാഗവും കൂടി ചേരുന്ന ശനിയുടെ രാശിമാറ്റത്തിൽ 1200 ആണ്ട് മീനമാസം 15 രാത്രി അർദ്ധരാത്രി 12:30 അതായത് 2025 മാർച്ച് 30 അർദ്ധരാത്രി 12:30, അതായത് മാർച്ച് 29 ഉദയത്തിന് ശേഷം 45 നാഴിക കഴിഞ്ഞതിന് ശേഷം 12 മണിക്ക് ശേഷമാണ് മാറുന്നത്. അത് 12:30. അപ്പോൾ ഇംഗ്ലീഷ് തീയതി പ്രകാരം 12 മണി കഴിഞ്ഞാൽ ഡേറ്റ് മാറും, 29:30 മാറും എന്നുള്ളതും. മീനമാസം 15 രാത്രി 12:30 എന്ന് പറയുമ്പോൾ കേരളീയ ജ്യോതിഷ പ്രകാരം 16 ആവണമെങ്കിൽ ഉദയത്തിന് ശേഷമേ ആവുകയുള്ളൂ. അതാണ് പറയാൻ കാരണം. അതുപോലെ തന്നെ കർത്തവാവ് കഴിഞ്ഞ്, അതായത് അന്നത്തെ ദിവസം മാർച്ച് 29 കാലത്ത് കർത്തവാവ് ഏകദേശം 24 നാഴികയുടെ മേലെ 24 നാഴികയോളം ഉണ്ട്. ആ സമയത്ത് കർത്തവാവാണ്. അത് കഴിഞ്ഞ് ഏകദേശം പ്രഥമയിലേക്ക് കടന്നു, ഒന്നാം ഭാഗത്തിൽ പ്രഥമയിലേക്ക് കടന്നു. അത് കർത്തവാവ് കഴിഞ്ഞ് പ്രഥമയിൽ കഴിഞ്ഞ സമയത്താണ് ഈ ശനിയുടെ രാശിമാറ്റം വരുന്നത്. അതായത് ചന്ദ്രന് ബലമില്ലാത്ത സമയത്താണ്. ചന്ദ്രൻ കർത്തഭാവ് കഴിഞ്ഞ് പറഞ്ഞാൽ അറിയാലോ, ചന്ദ്രന് ബലമില്ലാത്ത സമയത്താണ് രാശി മാറുന്നത്. 1. രണ്ടാമത് കുംഭം 11 കുംഭമാസം 11 തീയതിക്ക് ശനിഗ്രഹത്തിന് മൗഢ്യം തുടങ്ങുന്നുണ്ട്. സൂര്യനോടൊപ്പം ഗ്രഹങ്ങൾ അടുത്തെത്തുന്ന സമയത്ത് മൗഢ്യത്തിലാകുക എന്ന് വെച്ച് പറഞ്ഞാൽ സൂര്യൻ്റെ പവർ മൂലം മറ്റുള്ള ഗ്രഹത്തിന് ബലമില്ലാതെ പറഞ്ഞാൽ സൂര്യൻ്റെ പവറിൽ മറ്റുള്ള ഗ്രഹത്തെ കാണാൻ പറ്റാതെ ആവും എന്നാണ് പറയുന്നത്. കാണാൻ പറ്റാതെ ആകുമ്പോൾ അവർക്ക് ബലമില്ല. ഇപ്പോൾ ഒരു ഉദാഹരണം എന്ന് പറയുകയാണെങ്കിൽ, ഒരു പ്രബല വ്യക്തി അല്ലെങ്കിൽ പ്രധാനമന്ത്രി തന്നെ ആയിക്കോട്ടെ, പ്രധാനമന്ത്രി വന്നിരിക്കുന്ന സമയത്ത് മറ്റുള്ള മന്ത്രിമാരെ ഉണ്ടെങ്കിലും നമ്മൾക്ക് ശ്രദ്ധ കൂടുതലും പ്രധാനമന്ത്രിക്കായിരിക്കും കൊടുക്കുന്നത്. അതേ സമയത്ത് അവിടെ വേറെ വല്ല മന്ത്രിമാരെ പ്രത്യേകപരമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അവർക്കായിരിക്കും പ്രാധാന്യം കൊടുക്കുന്നത്. അതാണ് ചുരുക്കത്തിൽ ഒരു ഉദാഹരണം പറയാനുള്ളത്. അങ്ങനെയുള്ള സമയത്താണുള്ളത്. അപ്പോൾ മൗഢ്യം 16, അതായത് കുംഭമാസം 14 തീയതി തൊട്ടിട്ട് മീനമാസം 16 തീയതി വരയ്ക്കാണുള്ളത്. 16 തീയതി എന്ന് പറയുമ്പോൾ ഒരു ദിവസത്തിൻ്റെ വ്യത്യാസമുള്ളൂ. അപ്പോൾ അത് വലിയ കാര്യമാക്കേണ്ട ആവശ്യമില്ല. എന്നിരുന്നാലും ശനിയുടെ ഏകദേശം കഴിഞ്ഞ ഒരു 5 വർഷമായിട്ട് മകരരാശി സ്വക്ഷേത്രവും കുംഭരാശി മൂലക്ഷേത്രവും ആയിട്ടുള്ള അവരുടെ സ്വന്തം വീട്ടിൽ നിന്നും വേറൊരു ഭാഗത്തേക്ക് ബന്ധുക്ഷേത്രമാണെങ്കിലും അവിടേക്ക് മാറുകയാണ്. ആ മൗഢ്യത്തോട് മാറുകയാണ്, വിഷമത്തോട് മാറുകയാണ്. അതുകൂടാതെ ആ ഉദയലഗ്നം എന്ന് പറയുന്നത് ആ സമയത്ത് ഉദിച്ചു വരുന്ന നക്ഷത്രം, അതായത് ശനിഗ്രഹം മാറുന്ന സമയത്ത് 12:30 മാറുന്ന സമയത്ത് ഉദിച്ചു വരുന്ന ലഗ്നം എന്ന് പറയുന്നത് ധനുലഗ്നമാണ്. ആ ധനുലഗ്നത്തിൻ്റെ അധിപൻ ആരാണ് എന്ന് ചോദിച്ചാൽ വ്യാഴമാണ്. ആ ധനുലഗ്നത്തിൻ്റെ മാത്രമല്ല, മീനലഗ്നത്തിൻ്റെ അധിപനും കൂടിയാണ്. മീനലഗ്നം എന്ന് പറയുമ്പോൾ 4ാം ഭാവമാണ്. മീനൻ രാശിയിലേക്കാണ് ശനി മാറുന്നത്. അപ്പോൾ മീനലഗ്നത്തിലേക്കാണ് മാറുന്നത്. അപ്പോൾ അവിടെ വ്യാഴം മറഞ്ഞു നിൽക്കുകയാണ്. അപ്പോൾ ദൈവാനുഗ്രഹ കുറവ് അവിടെ ഉണ്ടെന്ന് പറയുന്നത്. ദൈവാനുഗ്രഹ കുറവോട് കൂടിയിട്ടാണ് ശനിയുടെ രാശിമാറ്റം. അത് അത്ര ഉത്തമമല്ല എന്ന് ചുരുക്കി പറയാം. അതുകൂടാതെ തന്നെ അവിടെ സൂര്യൻ, ചന്ദ്രൻ, ബുധൻ, ശുക്രൻ, രാഹു ഗ്രഹയുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നു. ആ സമയത്തും കൂടിയാണ് ശനി അങ്ങോട്ട് കയറിച്ചിരുന്നത്. അതും അത്ര ഗുണകരമല്ല. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് പറഞ്ഞാൽ ഭൂമിക്കും ജനങ്ങൾക്കും വലിയൊരു ഉത്തമമായിട്ടുള്ള അല്ലെങ്കിൽ സമാധാനപരമായിട്ടുള്ളൊരു ശനിയുടെ ഗ്രഹമാറ്റമല്ല എന്ന് പറയുന്നത്. ശനിയുടെ കാരകത്വം നോക്കുകയാണെങ്കിൽ അലസ ദുഃഖ നിര്യാണ കാരകം അതായത് വന്നിട്ട് അലസതയുടെയും ദുഃഖത്തിൻ്റെയും രോഗത്തിൻ്റെയും കടത്തിൻ്റെയും മരണത്തിൻ്റെയും കാരകനായിട്ടുള്ള ശനി
സുഖസ്ഥാനമായിട്ടുള്ള നാലാമത് സുഖസ്ഥാനമാണ്. സുഖസ്ഥാനമായിട്ടുള്ള 4-ാം ഭാവത്തിലേക്ക് മാറുമ്പോൾ ജനങ്ങൾക്ക് അസുഖങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ വരുവാനുള്ള സാധ്യത കൂടുതലായിട്ട് കാണുന്നുണ്ട്. ചുരുക്കിയിട്ട് പറയുന്നുള്ളൂ. അത് കാരണം കൊണ്ട് തന്നെ ഉത്തര നക്ഷത്രക്കാർക്ക് ഇതുവരെ അനുകൂല ഭാവത്തിൽ മൂലക്ഷേത്രത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ശനി മീനൻ രാശിയിലേക്ക് കടക്കുകയാണ്. അപ്പോൾ മീനൻ രാശിയിലേക്ക് കടക്കുമ്പോൾ അവിടെ എന്താ വെച്ച് പറഞ്ഞാൽ ഈ കണ്ടകശനിയുടെ തുടക്കമാണ് എന്ന് പറയാം. കണ്ടകശനിയുടെ തുടക്കം. കണ്ടകശനി 4 വിധത്തിൽ വരുന്നുണ്ട്. 1-ാം ഭാവം, ഒന്നാമത് കന്നി രാശിയുടെ 1-ാം ഭാവം പറഞ്ഞാൽ കന്നി രാശി തന്നെയാണ്. അതിന് ജന്മശനിയിൽ നിന്നും കണ്ടകശനിയിൽ നിന്നും 7 ശനിയൊക്കെ ഒരുമിച്ച് വരുന്ന സമയമാണ് ഈ സമയത്ത് വരും. പിന്നെ വരുന്ന 4-ാം ഭാവത്തിലുള്ള കണ്ടകമാണ്. ഈ 4-ാം ഭാവത്തിലുള്ള കണ്ടകം എന്ന് വരുന്ന സമയത്ത് അത് കണ്ടകശനിയാണ്. 7-ാം ഭാവത്തിൽ വരുമ്പോഴും കണ്ടകശനിയാണ്. 10-ാം ഭാവത്തിൽ വരുമ്പോഴും കണ്ടകശനിയാണ്. അപ്പോൾ അങ്ങനെ 4 ഭാവത്തിലുള്ള കണ്ടകശനി ഉണ്ട്. ഇപ്പോൾ 7-ാം ഭാവത്തിലുള്ള കണ്ടകശനി എന്തൊക്കെയാണ് അതിൻ്റെ പ്രോബ്ലം എന്ന് ചോദിച്ചാൽ, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ വലിയൊരു അനുയോജ്യത കുറവുണ്ടാവും. പരസ്പര എത്ര വലിയ ആത്മാർത്ഥ ബന്ധമുണ്ടെങ്കിലും കുറച്ചൊരു കലഹങ്ങളും മറ്റുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടാവും എന്നുള്ളത് ഒന്ന്. രണ്ടാമത്, ഉദ്ദിഷ്ട കാര്യങ്ങൾ, നമ്മൾ വിചാരിച്ച കാര്യങ്ങളൊക്കെ നടക്കാൻ കുറച്ചൊരു താമസം ഏർപ്പെടും. നടക്കില്ല എന്നല്ല, താമസം ഏർപ്പെടും. പെട്ടെന്ന് ഉദ്ദിഷ്ട കാര്യങ്ങൾ നടക്കില്ല എന്ന് തന്നെ പറയാം. അതുപോലെ തന്നെ വിവാഹാദി മംഗളകർമ്മങ്ങളെല്ലാം കുറച്ച് നീണ്ടുപോകാനുള്ള സാധ്യത കൂടുതലായിട്ട് കാണുന്നുണ്ട് ഈ രാശിക്കാർക്ക്. അഥവാ നിശ്ചയിച്ച വിവാഹങ്ങൾ മുടങ്ങാതെ ശ്രദ്ധിക്കണം എന്നുള്ള ഒരു കാര്യം കൂടി ഇവിടെ എടുത്തു പറയേണ്ട ആവശ്യമുണ്ട്. കാരണം ചില ബന്ധങ്ങൾ 6 മാസമോ അല്ലെങ്കിൽ 1 വർഷമോ എല്ലാം കഴിഞ്ഞ് എൻഗേജ്മെൻറ്റ് കഴിഞ്ഞിട്ട് നടത്താമെന്ന് തീരുമാനിച്ച് വെച്ചിരിക്കുന്ന ചില വിവാഹങ്ങൾ വാക്ക് മൂലമോ അല്ലെങ്കിൽ സംഭാഷണങ്ങൾ, ഇപ്പോൾ മൊബൈലിൻ്റെ കാലമാണ്, സംഭാഷണങ്ങൾ മൂലമോ എന്തെങ്കിലും വാക്ക് തർക്കങ്ങൾ വന്ന് പിരിയാനുള്ള സാധ്യതയുണ്ട്. അത് ഈ രാശിക്കാർ വളരെ ശ്രദ്ധിക്കണം എന്നുള്ള പറയുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും, അത് യുവതിയായാലും ശരി യുവാവായാലും ശരി, അങ്ങോട്ടും ഇങ്ങോട്ടും ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ ദൂരദേശ യാത്ര എന്ന് വെച്ച് പറഞ്ഞാൽ ഒരു യാത്രയ്ക്ക് നമ്മൾ പുറപ്പെടുന്നു. ആ യാത്ര കൊണ്ട് നമ്മൾക്ക് സാധിച്ചെടുക്കേണ്ട കാര്യങ്ങൾ ചിലപ്പോൾ സാധിച്ചില്ല എന്ന് വരും. ചിലപ്പോൾ ഒരു കാര്യം പറയും, തലേദിവസം വിളിച്ചിട്ട് നാളേക്ക് ഞാൻ അങ്ങോട്ട് വരട്ടെ, സംഭവം കാര്യങ്ങളെല്ലാം ഉദ്ദിഷ്ടമായി നടക്കുമല്ലോ എന്ന് പറയുന്ന സമയത്ത് വന്നോളൂ, കുഴപ്പമില്ല എന്ന് പറയും. പക്ഷെ ആ സമയത്ത് അവിടെ പോയി കഴിഞ്ഞാൽ പറഞ്ഞ കാര്യം നടക്കില്ല. ചിലപ്പോൾ അദ്ദേഹം അവിടെ ഉണ്ടാവില്ല, എന്തെങ്കിലും അതിൻ്റെ കാര്യത്തിൽ പെട്ടെന്ന് പുറത്തു പോയിട്ടുണ്ടാവും. അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടാവും. പിന്നെ പണ ഇടപാടുകൾക്ക് കുറച്ച് തടസ്സങ്ങൾ വന്ന് നേരിടുവാനുള്ള സാധ്യതകളും ഉണ്ട് എന്നാണ് പറയുന്നത്. പണത്തിൻ്റെ, അതായത് ധനപരമായിട്ട് ഫൈനാൻസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ തടസ്സം ഉണ്ടാവും എന്നാണ് പറയുന്നത്. അപ്പോൾ സൂക്ഷ്മതയോട് കൈകാര്യം ചെയ്യേണ്ട ഒരു സമയം തന്നെയാണ് കണ്ടകശനി, 7-ാം ഭാവത്തിലുള്ള കണ്ടകശനി വരുന്ന സമയത്തെന്ന് പറയുന്നത്. ഇത് എല്ലാവർക്കും ബാധകമാണ്. എല്ലാവർക്കും ബന്ധഭാഗമാണ്. കന്നി കൂറുകാർക്ക് എല്ലാവർക്കും ബാധകമാണ്. അതായത് ഗവൺമെൻറ് സംബന്ധമായിട്ട് ജോലി ചെയ്യുന്നവർക്ക് വളരെ കൂടുതലായിട്ട് ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. അവരോരോരോ പേപ്പർ വർക്കുകൾ ചെയ്യുമ്പോഴും അതെല്ലാം തെറ്റുകുറ്റങ്ങൾ പറ്റി മാറ്റിവെച്ച്, അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ ചെയ്യുന്ന സമയത്ത് മാറ്റിവെച്ച് അത് കുറച്ച് വൈകി പോകാനുള്ള സാധ്യതയുണ്ട് ഒന്ന്. രണ്ടാമത്, ഇന്ന സമയത്ത് വർക്ക് തീർത്തു കൊടുക്കുക എന്ന് പറയുന്ന പല IT സംബന്ധമായിട്ടുള്ള വർക്ക് ചെയ്യുന്നവർക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും റിപ്പയറുകളെല്ലാം വന്ന് കഴിഞ്ഞ് ഇലക്ട്രിക് സംബന്ധമായിട്ടോ ഇലക്ട്രോണിക് സംബന്ധമായിട്ടോ അങ്ങനെയുള്ള റിപ്പയറുകൾ സംബന്ധമായിട്ടുള്ള ഇതെല്ലാം വന്നു കഴിഞ്ഞാൽ ഇന്ന സമയത്ത് കൊടുക്കുക എന്ന് പറയുന്നതും അതിലും പാഴ്ചകൾ പറ്റും. അതുപോലെ തന്നെ ഓരോരോ കാര്യങ്ങൾ നമ്മൾ പറയുന്നതെല്ലാം എല്ലാം പാൾട്ട് പറ്റും എന്നൊക്കെയാണ് പറയുന്നത്. അതുപോലെ തന്നെ അലോപ്പതി സംബന്ധമായിട്ടും ആരോഗ്യപരമായിട്ടുള്ള സംബന്ധമായിട്ടുള്ള അവർക്കും, അതുകൂടാതെ തന്നെ ഡോക്ടേഴ്സുമാർ തൊട്ട് നേഴ്സുമാരുമായിരിക്കും, ആയുർവേദമാണെങ്കിലും ഹോമിയോപ്പതി ആണെങ്കിലും അവർക്കും നിശ്ചയിച്ച മാതിരിയൊന്നും കാര്യങ്ങൾ നടന്നു എന്ന് വരാൻ പറ്റില്ല. ഇപ്പോൾ ഉദ്ദിഷ്ട കാര്യത്തിന് തന്നെ, ഇപ്പോൾ രാഷ്ട്രീയക്കാരൻ തന്നെ വന്നിട്ട് ഇന്ന സമയത്ത് ഞാൻ എത്താമെന്ന് വെച്ച് പറഞ്ഞാൽ വൈകുന്നേരത്ത് ഒരു 6 മണിക്ക് എത്താമെന്ന് വെച്ച് പറഞ്ഞാൽ ചിലപ്പോൾ 9-10 മണിയൊക്കെ ആകും അടുത്തുമ്പോൾ. എന്തെങ്കിലും തടസ്സങ്ങൾ സൃഷ്ടിക്കാൻ, അല്ലെങ്കിൽ ട്രാഫിക് പ്രശ്നങ്ങളുണ്ടാവും, എന്തെങ്കിലും വേറെ എന്തെങ്കിലും പ്രോബ്ലങ്ങളുണ്ടാവും. അങ്ങനെയുള്ള തടസ്സങ്ങളെല്ലാം ഉണ്ടാകും എന്നാണ് പറയുന്നത്. സിനിമാ മേഖലയിൽ പെട്ടിരിക്കുന്നവർക്കെല്ലാം ഷൂട്ടിംഗ് ഉദ്ദേശിച്ച കാര്യങ്ങളെല്ലാം നടക്കില്ല, ഒക്കെ തടസ്സപ്പെടുന്നുള്ളതാണ് പറയുന്നത്.
അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടാവും. അത് കാരണം എന്തോ ധനനഷ്ടങ്ങളുണ്ടാവും. ഇപ്പോൾ ഒരു ആക്ടേഴ്സ് പെയിനായിട്ടുള്ള ആക്ടേഴ്സ് വരാൻ താമസിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അയാൾക്ക് എന്തെങ്കിലും വരാനുള്ള മാർഗതടസ്സങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൻ്റെ നഷ്ടം പ്രൊഡ്യൂസർമാർക്കും മറ്റു ടെക്നീഷ്യന്മാർക്കും എല്ലാം ഉണ്ടാവും എന്ന് തന്നെ പറയാം. അതുപോലെ തന്നെയാണ് രാഷ്ട്രീയക്കാർക്ക് വളരെ ഹീനപരമായിട്ടുള്ള, ചിലപ്പോൾ അസഭ്യകരമായിട്ടുള്ള വാക്കുകളെല്ലാം കേൾക്കേണ്ടി വരും എന്നെല്ലാം ഉണ്ട് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഭാര്യ ഭർത്ത കലഹം മൂത്ത് ഡൈവേഴ്സിന് നിൽക്കുന്നവർക്ക് സുലഭമായിട്ട് ഡൈവേഴ്സ് കെട്ടുവാനുള്ള സാധ്യത ഉണ്ട് എന്നെ പറയാം. കാരണം ചിലർ വേറെ വിരിയാൻ പോകുന്നു, 7ാം ഭാവത്തിലാണ് ശനി നിൽക്കുന്നത്. അപ്പോൾ സുലഭകരമായിട്ട് കിട്ടും എന്നെ പറയാം. അങ്ങനെ ഒരു കാര്യമുണ്ട് എന്നെ പറയാം. അതുപോലെ ഭൂമി സംബന്ധമായിട്ടുള്ള ഇടപാട് നടത്തുന്നവർക്കും റിയൽ എസ്റ്റേറ്റ് സംബന്ധമായിട്ട് ഇടപാട് നടത്തുന്നവർക്കും ഒരുപാട് പാഴ്ചകൾ പറ്റും. ചിലപ്പോൾ ഒരു ഉദ്ദേശം വെച്ച് റിയൽ എസ്റ്റേറ്റുകൾ 1 ഏക്കർ 2 ഏക്കർ അല്ലെങ്കിൽ 10 ഏക്കർ 100 ഏക്കർ കോർപ്പറേറ്റ് കമ്പനിയിലാണെങ്കിൽ ഏക്കർ കണക്കിനോ വാങ്ങിച്ച് കിട്ടും. കോടിക്കണക്കിന് ഉറുപ്പിക വാങ്ങിച്ചിട്ട് മറിച്ച് വിൽക്കുക എന്ന് വിചാരിച്ച് ചെയ്യുന്ന അവർക്ക് വൻ നഷ്ടങ്ങൾ വന്ന് ചേരുവാനുള്ള സാധ്യത തീർച്ചയായിട്ടും ഉണ്ടാവും എന്നാണ് പറയുക. റിയൽ എസ്റ്റേറ്റ് അത് ചെറുകിട ആയിക്കോട്ടെ കോർപ്പറേറ്റ് കമ്പനി ആയിക്കോട്ടെ അങ്ങനെ വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഭൂമി കച്ചവടത്തിൽ ചില തർക്ക വിഷയങ്ങൾ വരുവാനുള്ള സാധ്യതയുണ്ട്. സഹോദര ബന്ധങ്ങളുമായിട്ട് ഉലച്ചിലുകൾ വരുവാനുള്ള സാധ്യതയുണ്ട്. ബന്ധുമിത്രാദികൾ തമ്മിൽ കലയിക്കുവാനുള്ള സാധ്യതയുണ്ട്. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ കന്നിരാശിക്കാർക്കുണ്ട്. കടന്നുപോയ ഒരു 5 കൊല്ലം ഇവർക്ക് സുഗമമായിരുന്നു. പക്ഷെ എപ്പോഴും ഒരു ഭാര്യ ഇരിക്കണം എന്നില്ലല്ലോ. അപ്പോൾ അത് കാരണം മാറ്റങ്ങളുടെ ഒരു കാലഘട്ടമാണ്. അത് കഴിഞ്ഞ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അതിനൊന്നും ആർക്കും മാറ്റാൻ പറ്റില്ല. പരിഹാരങ്ങൾ ചെയ്ത് അതിൻ്റെ ദോഷാധിക്യം കുറയ്ക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ യാത്ര, അത്യാവശ്യ യാത്രയാണെങ്കിൽ, ദൂരയാത്രയാണെങ്കിൽ ഒരു ഡ്രൈവറെ വെച്ച് പോവുക, സ്വയം ഡ്രൈവ് ചെയ്യാതെ. ദൂരദേശ യാത്രയാണെങ്കിൽ, രാത്രി യാത്രയാണെങ്കിലും അതുപോലെ തന്നെയാണ് ചെയ്യേണ്ടത്. നല്ല പവർഫുള്ളായിട്ടുള്ള അല്ലെങ്കിൽ ഡ്രൈവിങ്ങിൽ കണ്ടീഷനും രാത്രി ഓടിച്ച് പരിചയമുള്ള ഒരാളെ വെച്ച് യാത്ര ചെയ്യുന്നതായിരിക്കും ബുദ്ധി എന്നുള്ളത് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തു വരിക. ശനി ഭഗവാൻ, അതായത് ശാസ്താവിനോ അയ്യപ്പസ്വാമിക്കോ അയ്യപ്പ സ്തോത്രങ്ങളോ ശാസ്താസ്തോത്രങ്ങളോ ചൊല്ലുക. അതുപോലെ തന്നെ മാസത്തിൽ ഒരു 8 പായസം നടത്തുക. എല്ലാ ആഴ്ചയിലും ഭഗവാനെ പോയി കണ്ട് തൊഴുത് ഒരു 10 മിനിറ്റ് അവിടെ ഇരുന്ന് നീരാഞ്ജന വഴിപാട് നടത്തി ഏകാന്തതയോടുകൂടി ഭക്തിപൂർവ്വം അവിടെ ഇരിക്കുക എന്നുള്ളതൊക്കെയാണ് പരിഹാരമായിട്ട് പറഞ്ഞു തരാനുള്ളത്. ഈ പരിഹാരങ്ങളെല്ലാം പറഞ്ഞു തരുന്ന സമയത്ത് ചെറിയ ചെറിയ മാറ്റങ്ങളുണ്ടാവും. ഇതിൽ വന്നിട്ട് എന്താ വെച്ച് പറഞ്ഞാൽ 7ാം ഭാവമായ കാരണം കൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പല വിധത്തിൽ ബുദ്ധിമുട്ട് എല്ലാവർക്കും ബാധിക്കുന്നതാണ്. ഇലക്ട്രിക്കൽ സംബന്ധമായിട്ടുള്ളതാണ്, മെക്കാനിക്കൽ സംഗീതപരമായിട്ട്, ഹൈടെക് സംബന്ധമായിട്ടുള്ള, ഗവേഷണ സംബന്ധമായിട്ടുള്ള അവർക്ക് എല്ലാം പാർച്ചകൾ പറ്റുവാനുള്ള സാധ്യത കൂടുതലായിട്ട് കാണുന്നുണ്ട്. അതിൽ പ്രത്യേകം എടുത്തു പറയേണ്ടത് രാഷ്ട്രീയക്കാർക്കും സിനിമ സംബന്ധമായിട്ടുള്ള ബന്ധപ്പെട്ട മേഖലയിൽപ്പെട്ടവർക്കും ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാർക്കും അതുകൂടാതെ നാവികസേന, വ്യോമസേന, കരസേന എന്നീ വിഭാഗത്തിൽപ്പെട്ടിരിക്കുന്ന ജവാന്മാർക്കും ഷിപ്പ്യാർഡ് സംബന്ധമായിട്ടുള്ള അതായത് മത്സ്യരാശിയിലാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ശനി മീനൻ രാശി, മത്സ്യരാശി ജലരാശിയാണ്. അതുകൊണ്ട് തന്നെ ഷിപ്പ്യാർഡ് സംബന്ധമായിട്ടുള്ള ജലവകുപ്പ് സംബന്ധമായിട്ടുള്ള മീൻപിടുത്തക്കാർ ഉൾപ്പെടെ വലിയ വലിയ തുറമുഖക്കാർ അടക്കം ഷിപ്പ്യാർഡ് സംബന്ധമായിട്ടുള്ള കപ്പൽ സംബന്ധം ചരക്ക് വാഹനമായാലും യാത്രാ വാഹനമായാലും എല്ലാവർക്കും ഒന്ന് സൂക്ഷിച്ചിരിക്കേണ്ട ആവശ്യമുണ്ട്. അതിൻ്റെ പൈലറ്റുമാർക്കും വളരെ ബുദ്ധിമുട്ടുള്ള സമയമാണ്. അവരുടെ ശ്രദ്ധ മൂലം ചിലപ്പോൾ അപകടങ്ങളെല്ലാം പറ്റുവാനുള്ള സാധ്യതകൾ ഉണ്ടാവും എന്ന് പറയാം. അത് കാരണം കൊണ്ട് ജലയാത്ര ചെയ്യുന്നവർ വളരെ സൂക്ഷിക്കണം. ആകാശയാത്ര ചെയ്യുന്നവരും വളരെ സൂക്ഷിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളുണ്ട്. കണ്ടകശനി, അങ്ങനെയുള്ള കണ്ടകശനിയായ കാരണം കൊണ്ടാണ് ഇത്രയും പറയാനുള്ള കാരണം. ദോഷഹിതം വരുത്തുവാനായി ചിലർക്കെല്ലാം അന്നദാനം നടത്തുന്നത് വളരെ നല്ലതാണ്. അതുപോലെ വസ്ത്രദാനം കഴിയുന്നതും പുതിയ വസ്ത്രങ്ങൾ ഒന്ന് കൊടുക്കുകയോ അല്ലെങ്കിൽ അവരോട് ഉപയോഗിച്ച വസ്ത്രദാനങ്ങൾ മറ്റുള്ളവർക്ക് ദാനം ചെയ്യുകയോ ഒക്കെ ചെയ്യുന്നത് വളരെ ഉത്തമമായിരിക്കും. അതുപോലെ തന്നെ ചിലർക്ക് പറ്റുകയാണെങ്കിൽ
തിരുനെല്ലാർ എന്ന തമിഴ്നാട് ക്ഷേത്രം പോണ്ടിച്ചേരി സ്റ്റേറ്റിലാണ് സ്ഥിതി ചെയ്യുന്നത്. അവിടെ ശനീശ്വരൻ്റെ അമ്പലമുണ്ട്, ശനി ഭഗവാന്റെ അമ്പലത്തിൽ. അവിടെ ഒന്ന് പോയി തൊഴുത് ഒരു 24 മണിക്കൂർ അവിടെ താമസിക്കണം എന്നുള്ളതാണ് പറയുന്നത്. 24 മണിക്കൂർ താമസിച്ച് കഴിഞ്ഞ് പറഞ്ഞാൽ എന്താ വെച്ച് പറഞ്ഞാൽ അവിടെ ശനിഗ്രഹം രാത്രിയിലാണ് പ്രത്യക്ഷപ്പെടുക. ആ ശനിഗ്രഹത്തിൻ്റെ ഒരു സ്പർശനം ചിലപ്പോൾ ഏറ്റുകഴിഞ്ഞാൽ അല്ലെങ്കിൽ അനുഭവിക്കാൻ കഴിഞ്ഞാൽ അത് ഒരു പുണ്യമായിട്ട് കണക്കാക്കും, ദോഷഹിതം കുറയും എന്നൊക്കെ ആചാര്യന്മാർ പറഞ്ഞ് വന്നിരിക്കുന്നത്. ആചാര്യന്മാർ പറഞ്ഞു വന്നിരിക്കുന്നത് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. കാരണം വെച്ച് പറഞ്ഞാൽ ഏതൊരു വിഭാഗത്തിൽപ്പെട്ടിരിക്കുന്നവർക്കും ടെക്നോളജികൾ എത്രത്തോളം വലുതായാലും എത്രത്തോളം നീണ്ടുപോയാലും പഴയ ആചാരത്തിൽ നിന്ന് പുതുക്കുകയല്ലാതെ പുതിയ ഒരെണ്ണം അവതരിപ്പിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്നുള്ള പറയുന്നത്. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ ഈ പറഞ്ഞിരിക്കുന്ന രാശിക്കാർ വളരെ ശ്രദ്ധാപൂർവ്വം ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുക. നമസ്കാരം.